പോയതൊക്കെ പോയി. ശേഷിക്കുന്ന പശുക്കൾക്കെങ്കിലും ഒരാപത്തും വരാതെ കാത്തോളണേ ഭഗവതി. എല്ലാം സഹിക്കാനുള്ള ധൈര്യം എന്റെ ബാലമാമയ്ക്ക് കൊടുക്കണേ ഭഗവതി. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി. സാമ്പത്തിക നഷ്ടത്തിന്റെ കാര്യമല്ല, ഓമനിച്ച് വളർത്തിയ പശുക്കളല്ലേ. ബാലചന്ദ്രൻ അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്നോടുള്ള രാഷ്ട്രീയ വൈര്യം തീർക്കാൻ ആരെങ്കിലും കരുതി കൂട്ടി ചെയ്താണെന്ന ബലമായ സംശയം എനിക്കുണ്ട്. എന്റെ പശുക്കൾക്ക് വേദനയ്ക്കൊന്നും പറഞ്ഞ് 10,000 രൂപ കൊടുത്ത് വാങ്ങിയ കറവ മിഷ്യൻ കൊണ്ട് കളഞ്ഞ ആളാ ബാലൻ. ഇത് ചെയ്തവനാരായാലും അവന്റെ ലക്ഷ്യം ബാലൻ തന്നെ. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അന്വേഷണം നടക്കട്ടെ. അഞ്ജന പറഞ്ഞതുപോലെ പോയിസൺ തിരിച്ചറിഞ്ഞ ആളെ കണ്ടെത്താൻ പറ്റും. കറവക്കാരനും ഞാനും കൂടി രാവിലെ തൊഴുത്തി ചെല്ലുമ്പോഴും ഒരു കുഴപ്പമില്ലാത്ത പശുക്കളാ. ഇതാര് ചെയ്തായാലും അത് ചെയ്ത് 7 മണിക്ക് ശേഷം. വെറുതെ ആരെയും സംശയിക്കരുത് ഗോവിന്ദ. ഇന്നത്തെ കാലത്ത് ഒരു രോഗം വരാനും വീണ് ചാവാനും അധികം സമയമൊന്നും വേണ്ട. നിന്ന് നിൽപ്പിലല്ലേ താറാവുകൾ ചാവുന്നത്. ഇതൊന്നും അല്ലെന്നേ, ഇതാരോ കരുതിക്കൂട്ടി പശുവിനെ കൊല്ലാൻ വേണ്ടി മാത്രം ചെയ്തതാ. അതാര് ചെയ്തതെന്നാ ഗോവിന്ദമാമ ഈ പറയുന്നത്? അതിപ്പോ ഇന്ന ആളെന്നൊന്നും ഒരു സംശയമില്ല. ഇന്നത്തെ ദിവസം സ്ഥിരം ആൾക്കാരല്ലാതെ ആ ഫാമിലേക്ക് വന്നത് ശ്രേയയും അരവിന്ദും ഈ നിൽക്കുന്ന പരമേശ്വരനും മാത്രം. പരമേശ്വരൻ എന്തായാലും പാലിന്റെ പശുക്കൾക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യുമെന്ന് ഞാൻ സംശയിക്കുന്നില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം ശ്രേയമോളോ അരവിന്ദോ പശുവിന് വിഷം കൊടുത്തു എന്നല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു മുഴിപ്പിക്കും മുമ്പേ ഹേമ കയറി ഇടപെട്ടില്ലേ? താൻ അധികം കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. ശ്രേയമോളാണ് പശുവിന് വിഷം കൊടുത്തതെന്ന് പറഞ്ഞ് തന്റെ മാഷ് ശ്രേയമോളുടെ ഓഫീസിലേക്ക് പോയ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഒരാളെ ഇഷ്ടമല്ലാന്ന് കരുതി അവരുടെ പേരിൽ എന്ത് കുറ്റവും കെട്ടിവെച്ച് കൊടുക്കാന്ന് കരുതല്ലേ ഗോവിന്ദമാമേ? ഇത്തരം ഒരു ചർച്ചയുടെ ആവശ്യം ഉണ്ടോ മോളെ? ഏതായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ലേ, അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതല്ലേ നല്ലത്. മുത്തശ്ശി പറഞ്ഞത് അതിന്റെ ശരി. ഒരനാവശ്യ ചർച്ചയും അതിന്റെ പേരിലുള്ള വഴക്കൊന്നും വേണ്ട. ബാലമാമയെ വിളിക്കുന്ന അവിടെ എന്തായി ബാലമാമേ? ചാരുമോളെ, നമ്മൾ രക്ഷപ്പെട്ടു മോളെ. ഞാൻ പറഞ്ഞത് മോക്ക് മനസ്സിലായില്ലേ? ചത്തുപോയിന്ന് നമ്മൾ ഉറപ്പിച്ച പശുക്കളെല്ലാം എഴുന്നേറ്റു. സത്യമാണ് ബാലമാമ. ഈ കാര്യത്തിലെന്നല്ല, ഒരു കാര്യത്തിലും ഞാൻ വെറും വാക്ക് പറയില്ല എന്ന് എന്റെ മോക്ക് അറിയില്ലേ? ചത്തു എന്ന് ഉറപ്പിച്ച പശുക്കൾ പോലും എഴുന്നേറ്റു. നമ്മുടെ സുന്ദരി പശു എഴുന്നേറ്റു. തളർന്നു കിടന്നവ എഴുന്നേറ്റ് നിന്ന് പുല്ല് തിന്നു, വെള്ളം കുടിച്ചു. ഡോക്ടർമാര് പോലും അത്ഭുതപ്പെട്ട് നിൽക്കുക. എവിടെ എന്റെ തൊണ്ടയിടറിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാൻ ഗോവിന്ദമാമയും കൂട്ടി ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. വയ്ക്കട്ടെ ബാലമാമേ. എന്താ മോളെ,
ബാലൻ എന്താ പറഞ്ഞത്? ഗോവിന്ദമാമ ചത്തുപോയിന്ന് നമ്മൾ ഉറപ്പിച്ച പശുക്കള് എഴുന്നേറ്റ് നിന്നു, രക്ഷപ്പെട്ടു. എന്റെ ദേവി,